പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഒരുപാട് അനുഗ്രഹങ്ങളുടെ കലവറകൾ തുറന്നു കിട്ടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹദീസുകൾ നോക്കിയാൽ കാണാം എത്രയാണ് ഈ വെള്ളിയാഴ്ചയുടെ മഹത്വം പറഞ്ഞു തന്നതില്ലേ. ഒന്നിനു പിറകെ ഒന്നായി ഈ മാലയിൽ നിന്നും മുത്തുപൊഴിയുന്നത് പോലെ മുത്തുനബി തങ്ങളുടെ വാക്കുകൾ കൊണ്ട് വെള്ളിയാഴ്ച എന്നുള്ള ആ ദിവസത്തെ നബി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ദിവസത്തിന്റെ പ്രത്യേകത തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ജുമുഅ നിസ്കാരം പരിചയപ്പെടുത്തലോടുകൂടി തന്നെ ലോകത്തുള്ള എമ്പാടും മുഅ്മിനീങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ആ വെള്ളിയാഴ്ച ദിവസം വെറുതെ പാഴാക്കി കളയുന്ന ഞാനും നിങ്ങളുമാണ് ഇല്ലേ. ഈ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയാൽ, ഈ ദിവസത്തിൽ ചെയ്യേണ്ട ചില അമലുകളെ പഠിച്ചു വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഇത് പാഴാക്കി കളയില്ല. അള്ളാഹു നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് അവസരം നൽകുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ചൊല്ലാൻ പറ്റിയ നല്ലൊരു സ്വലാത്ത് പറഞ്ഞു തരട്ടെ. ഏറ്റവും നല്ലൊരു ഫضലുള്ള ഈ സ്വലാത്തിനെ പറ്റി മുത്തുനബി തങ്ങൾ പറയുന്നത്, ഇത് പതിവാക്കുന്നവർ നബിതങ്ങളെ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ലാതെ യാത്ര പറയൂല എന്ന്. മനസ്സിലായോ? ഇവിടുന്ന് മരണപ്പെടുന്നതിന് മുമ്പ് നബിതങ്ങളെ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ലാതെ യാത്ര പറയൂല. അത്ര ഫضലുള്ളൊരു സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് നമുക്കിത് കേട്ടു നോക്കാം, പഠിച്ചു വെക്കാം, ജീവിതത്തിൽ പകർത്താം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വഅലമു യാ ഉമ്മത്ത സയ്യിദന മുഹമ്മദ്. പരിശുദ്ധമായ പവിത്രമായ ദിവസത്തിൽ നമ്മൾ ഈ ചൊല്ലിയ സ്വലാത്ത് പുണ്യ മദീനയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നബിതങ്ങൾ അവിടുന്ന് സലാം അടക്കുന്ന സലാമായി അള്ളാഹു നമ്മുടെ സലാമിനെ കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് സമ്പുഷ്ടമായ ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എണ്ണി പറഞ്ഞു. ഫീഹി ഖുലിഖ ആദം വഫീഹി ഖുബിള. മഹാനായ ആദം നബി അലൈഹിസ്സലാമാകുന്ന അബുൽ ബഷർ, ലോകത്തിന്റെ മനുഷ്യന്റെ പിതാവാകുന്ന മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ പടയ്ക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. ആ ദിവസം തന്നെയാണ് മഹാനവറുകൾ വഫാത്തായത്. ആ ദിവസമാണ് ആദ്യമായി മഴ വർഷിച്ചത്. ആ ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ തുടങ്ങിയിട്ട് ആ ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് റബ്ബിനോട് ഒരാൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹു തട്ടിക്കളയൂല. ദുആക്ക് ഇജാബത്തുള്ളൊരു സമയം. അത്തരത്തിൽ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന മഹത്വങ്ങൾ എമ്പാടും വെള്ളിയാഴ്ച ദിവസത്തിൽ കാണാം. എന്നാൽ അങ്ങനെ പറഞ്ഞു വന്നിട്ട് നബി തങ്ങൾ തന്നെ പറയാം, ഈ ദിവസം ഇത്രയും ശ്രേഷ്ഠമായ ദിവസം കുറേ അമല് ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും ഒരുപാട് കൂലി കിട്ടുമല്ലോ ഇല്ലേ. ഒന്ന് ചെയ്താൽ തന്നെ എമ്പാടും കൂലി. അപ്പോൾ അന്നത്തെ ദിവസം എന്താണ് അധികമായി ചെയ്യേണ്ടത് എന്ന് നബിതങ്ങളോട് ചോദിക്കാൻ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന സ്വഹാബത്തിനോട് നബിതങ്ങൾ പറഞ്ഞു, ഫഅക്സിറു അലയ്യ സ്വലാ, എൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്തിനെ ഇങ്ങനെ വർഷിപ്പിക്കണേ എന്ന്. ഒരുപാട് സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അത് തന്നെ ധാരാളമാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞു തരാണ്. ഞാൻ നല്ലൊരു സ്വലാത്ത് പറഞ്ഞുതരാം. നല്ല സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഈ സ്വലാത്തിൻ്റെ നേട്ടം 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കും. 80 കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കും. ആകെ 60 അല്ലെങ്കിൽ 40 30 അല്ലെങ്കിൽ 20 ഇപ്പോൾ എന്താണ് മരണത്തിനൊന്നും ഒരു കാലമില്ല. ഇപ്പോഴാണ് മരണപ്പെട്ടു പോവുക. ചെറിയ പ്രായത്തിലൊക്കെ മരിച്ചു പോകും അല്ലേ. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത്ര ഇനി 80 വയസ്സ് വരെ ജീവിച്ചു എന്നിരിക്കട്ടെ, ആയിക്കോട്ടെ. അതിലും 15 വർഷം എന്താണ് ചെറുപ്രായമായിട്ട് തമ്മീസ് എത്താതെ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത വർഷമായിട്ട് അങ്ങനെ പോയി കുറേ ഉറങ്ങി തീർത്തിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്താലും കുറഞ്ഞ വർഷം, ആ വർഷത്തിന് 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും ഈ സ്വലാത്ത് ചൊല്ലിയാൽ. അങ്ങനെ ഒരു കുറച്ച് നാളൊന്നും ചൊല്ലിയാൽ ഒരു 2-3 ദിവസം അടുപ്പിച്ച് നമ്മൾ ചൊല്ലിയാൽ എത്ര 80 ആയി. നമ്മുടെ ജീവിതത്തിൽ പിന്നെ പാപങ്ങൾ ഉണ്ടാവും. അപ്പം പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാൻ പറ്റിയൊരു സ്വലാത്താണ് ഈ പറയാൻ പോകുന്നത്. മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയാം റളിയല്ലാഹു അൻഹു, ഇഹ്യാ ഉലൂമുദ്ദീൻ നോക്കിയാൽ ഈ ഒരു ഹദീസ് കാണാൻ പറ്റും. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനവറുകൾ സ്വന്തം ഇഷ്ടപ്രകാരം പറയല്ല, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുക. നബി തങ്ങൾ പഠിപ്പിച്ച ഒരു സ്വലാത്ത് നോക്ക്. മുത്തുനബി തങ്ങൾ പറയാം എന്ത്, മൻ ഖറഅ ഹാദ ദുആ, അവിടുന്ന് പഠിപ്പിച്ച ഒരു ദുആ എന്നാണ്. ഈ സ്വലാത്തിനെ പറ്റി നബി തങ്ങൾ പഠിപ്പിച്ചത് ഒരു ദുആ എന്നാണ്. ഈ ദുആഇനെ ആരെങ്കിലും ചൊല്ലിയാൽ യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം ഇന്ന് ചൊല്ലിക്കോ ഇൻഷാ അല്ലാഹ്.
വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ഈ ഒരു സ്വലാത്ത്, ഈ പറയാൻ പോകുന്ന ദുആഇനെ ചൊല്ലിയാൽ സമാനീന മറത്തൻ, എത്ര പ്രാവശ്യം? 80 തവണ, കൂടുതലൊന്നും ചെല്ലണ്ട. ഒരു 80 തവണ ഈ ഒരു സ്വലാത്ത്, ഈ സ്വലാത്ത് ഒറ്റ വരി പോലും ഇല്ല, ഒരു അര വരിയേ ഉള്ളൂ. ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഗഫറല്ലാഹു ദുനൂബഹു 80 സനത്തൻ, 80 വർഷത്തെ പാപങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കും, പുറത്തു കൊടുക്കും. ആര് പറഞ്ഞ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖീല കൈഫ കാന റസൂൽ, നബി എങ്ങനെയാണ് ദുആ ചൊല്ലേണ്ടത്? നബി നിങ്ങൾ ദുആ പറഞ്ഞിട്ടില്ല അതുവരെ, എന്താ ചൊല്ലേണ്ടതെന്ന് പറഞ്ഞില്ല, ഇപ്രകാരം ചൊല്ലിയാലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ചോദിച്ചു എങ്ങനെയാണ് നബി തങ്ങളോട് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക നബിയിൽ ഉമ്മി. അത്രേ ഉള്ളൂ. നമുക്ക് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ ചൊല്ലി, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക അന്നബിയിൽ ഉമ്മി. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലണേ അല്ലാ, നീ റഹ്മത്ത് വർഷിപ്പിക്കണേ അല്ലാ, കരുണ ചൊരിയണേ അല്ലാ, അബ്ദിക, നിന്റെ അടിമയായ അബ്ദായ നബിതങ്ങൾ, വ നബിയിക, നിന്റെ നബിയായ ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നബിയിൽ ഉമ്മി, ഉമ്മിയായ നബിയായ മുത്തുനബി തങ്ങൾ. ഉമ്മിയായ നബി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗുരുകുലത്തിൽ നിന്നും, ഒരു ഉസ്താദിന്റെ കീഴിൽ നിന്നും വിദ്യ അഭ്യസിക്കാത്ത, അക്ഷരാഭ്യാസം നേടാത്ത മുത്തുനബി തങ്ങൾ. ആ നബി തങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്ന സർവ്വസംഗതികളെയും പറ്റി പ്രവചിച്ചു പോയത്. നോക്കുങ്ങൾ, ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം അറിവുള്ള ഒരാളും വന്നിട്ടില്ല. ഈ ലോകത്ത് നടക്കാനുള്ള, ഇനി വരാനുള്ള സംഗതികൾ പോലും പ്രവചിച്ചു വെച്ചിട്ടാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. അപ്പോൾ മുത്തുനബി തങ്ങൾക്ക് ഒരാളുടെ കീഴിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല, അങ്ങനെ പഠിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഉമ്മിയായ നബി എന്ന് മുത്തുനബി തങ്ങളുടെ മഹത്വമാണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ അക്ഷര അഭ്യാസിക്കാത്തവനാണ് പറഞ്ഞാൽ, വിദ്യാഭ്യാസം ഇല്ല, സ്കൂളിൽ പോകാത്തവനാണെന്ന് പറഞ്ഞാൽ അതെനിക്കൊരു കുറച്ചിലാണ്, മോശമാണ് ഇല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിവരമില്ലെന്ന് പറയും. എന്നാൽ മുത്തുനബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങൾ അക്ഷരം അഭ്യസിക്കാത്തവരാണ് എന്ന് പറഞ്ഞാൽ അത് നബി തങ്ങൾക്ക് ക്രെഡിറ്റ് ആണ്. കാരണം ഒരക്ഷരം അഭ്യസിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരാൾ പറഞ്ഞു വെച്ചതല്ലല്ലോ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ ലോകത്ത് നടക്കാനുള്ള സർവ്വസംഗതികളെയും സംബന്ധിച്ച് മുത്തുനബി തങ്ങൾ ആരിൽ നിന്നും പഠിക്കാതെ റബ്ബിൽ നിന്നും ഡയറക്റ്റ് പറയുക. അപ്പോൾ നബി തങ്ങൾക്ക് അത് പവറാണ്. ആ നബിയുൽ ഉമ്മിയായ നബി, ആ നബിയുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലണേ അല്ലാ. ഈ സ്വലാത്ത് ഇൻഷാ അല്ലാ പഠിച്ചു വെച്ചോളി. ഒരു 80 തവണ ഒരാൾക്ക് ചൊല്ലാൻ അവസരം കിട്ടിയാൽ ഓരോ തവണയ്ക്കും ഓരോ വർഷത്തെ പാപം വീതം 80 കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമുന ഗസ്സാലി തങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെ പറയാണെന്ത്, മഹാനായ മർസി റളിയല്ലാഹു അൻഹു, ആരിഫുൽ മുർസി റളിയല്ലാഹു അൻഹു ഈ ഒരു ഹദീസിനെ സംബന്ധിച്ച്, ഈ ഒരു സ്വലാത്തിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞെന്നറിയോ? ഈ സ്വലാത്ത് ചൊല്ലിയാൽ, മൻ ഖറഅ ഹാദ ദുആ, ഈ ഒരു സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ, കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഒരാൾക്ക് ചൊല്ലി, വെള്ളിയാഴ്ച ദിവസം ഓക്കെ, ഇനി എല്ലാ ദിവസവും ഈ ഒരു സ്വലാത്ത് ചൊല്ലാൻ പറ്റി 500 മറത്തിൻ, എത്ര തവണ? 500 തവണ. ഈ ഒരു സ്വലാത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ 500 തവണ വീതം ചൊല്ലുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം ലം യമുത് ഇല്ലാ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബി തങ്ങളെ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ലാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ലാതെ അയാൾ മരണപ്പെടൂല എന്നാ. നമുക്ക് മഹാനവറുകൾ പറയാണ്, ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും ഒരു 500 തവണ ഇത് ചൊല്ലാൻ പറ്റിയാൽ, വെള്ളിയാഴ്ച 80 തവണ ചൊല്ലിയാൽ അയാളുടെ 80 കൊല്ലത്തെ പാപം പോർക്കും. ഓക്കെ, ഇനി എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റിയാലോ? അതായത് ഇപ്പോൾ ഇത് കേൾക്കുന്നത് വിചാരിക്കേണ്ട ഇനി വെള്ളിയാഴ്ചത്തേക്ക് മാത്രമാണ് അല്ല, എല്ലാ ദിവസത്തേക്കും കൊള്ളാം. 500 തവണ വീതം ഈ ഒരു സ്വലാത്ത് ചൊല്ലിത്തറ വളരെ എളുപ്പമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് പോലെ നമുക്ക് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റിയൊരു സ്വലാത്താണ്. അപ്പോൾ അതുപോലെ ചൊല്ലാൻ പറ്റിയാൽ നബി തങ്ങളെ കണ്ടിട്ടല്ലാതെ അയാൾ മരണപ്പെടുകയില്ല. ഇനി ഇമാം യാഫഈ തങ്ങൾ പറയുന്നുണ്ട്, ഈ എന്തിനെ പറ്റി, ഈ സ്വലാത്തിനെ പറ്റി പറയുന്നുണ്ട്. അവിടുത്തെ ബുസ്താനുൽ ഫുഖഹാ എന്ന ഗ്രന്ഥത്തിൽ ഇത് വളരെ വ്യക്തമായി വിശദീകരിക്കണം ഇമാം യാഫഈ തങ്ങൾ. അവിടെ പറയുന്നത്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഹാദ ദുആ യൗമൽ ജുമുഅ, ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച ദിവസം ഇനി ഒരു ദുആഇനെ, ഈ സ്വലാത്തിനെ ചൊല്ലി, എത്ര മറം? 1000 മറത്തിൻ, 1000 തവണ ചൊല്ലി, 1000 തവണ ചൊല്ലി. എന്നാൽ റഅ റബ്ബഹു ഔ നബിയഹു ഔ മഖഅദഹു ഫിൽ ജന്നതി ഫീ ഇഹ്ദാഹുമ. നോക്ക്, ആരെങ്കിലും ഒരാൾ 1000 തവണ വെള്ളിയാഴ്ച ദിവസം ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നിരിക്കൽ അവൻ റബ്ബിനെ കാണും, അല്ലെങ്കിൽ മുത്തുനബി തങ്ങളെ കാണും, അല്ലെങ്കിൽ ഔ മഖഅദഹു ഫിൽ ജന്ന, സ്വർഗത്തിലെ അയാളുടെ സ്ഥാനം എവിടെയാണ് എന്ന് കറക്റ്റായിട്ട് അള്ളാഹു കാണിച്ചു കൊടുക്കും. ഈ ഒരു 3-1 കാണിച്ചിട്ടല്ലാതെ അയാൾ മരണപ്പെടുകയില്ല എന്ന്. ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഈ സ്വലാത്ത് ചൊല്ലിയത് എങ്കിൽ ആ ദിവസം തന്നെ ഈ 3-1 അവന് കാണാൻ കഴിയുമെന്ന് മഹാനവറുകൾ പറയാം. ഇനി അത് ചേർത്ത് പറയുന്നുണ്ട്, ഫഇല്ലം യറഹു, ഇനി അത് അന്ന് കാണാൻ പറ്റിയില്ല, ഫീ ദാലിക്കൽ യൗമി, ആ ദിവസത്തിൽ അവന് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ ഫൽയുകർരിറുഹു ഉസ്ബൂഇനി ഔ സലാസത ഔ ഖംസത അസാബി, 2 അല്ലെങ്കിൽ 3 4
5 ആഴ്ചകൾ വരെ അവൻ എന്ത് ചെയ്യുക, അത് ആവർത്തിക്കുക. ആ 5-ഒരാഴ്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനീ കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കാണാൻ കഴിയുമെന്ന്. അവൻ്റെ ഖൽബിലെ മുറാദ് പോലെ നല്ല യഖീനോട് വിശ്വാസത്തോടു കൂടിയിട്ടാണ് ചൊല്ലുന്നത് എങ്കിൽ ആ ആഴ്ചകൾക്കുള്ളിൽ, ചൊല്ലുന്ന ആഴ്ചകൾക്കുള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ അനുഗ്രഹങ്ങൾ, ഈ പറഞ്ഞ നിഅമത്തുകളിൽ ഏതെങ്കിലും ഒന്നിനെ കാണാൻ കഴിയുമെന്ന് ഇമാം യാഫിഈ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നിന്ന് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. നോക്കുക, മഹാനവറുകളുടെ ജീവിതത്തിൽ അവിടുന്ന് മനസ്സിലാക്കിയതാണല്ലോ നമുക്ക് പറഞ്ഞു തന്നത്. യാഫിഈ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനാണ്. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രന്ഥങ്ങൾ എത്രയാണുള്ളത്, അവിടുത്തെ മഹത്വങ്ങൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മഹത്വങ്ങൾ പഠിപ്പിച്ചു തരുന്ന, അവരുടെ ജീവിതത്തിൽ അവർ പതിവാക്കിയിരുന്ന സ്വലാത്തുകളിൽപ്പെട്ടൊരു സ്വലാത്താണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പതിവാക്കാം. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളും ഇത് അടിവരയിട്ട് പറയുന്നുണ്ട്. അവിടുന്ന് പഠിപ്പിച്ചു വരുന്ന അമലി ഞാൻ പറഞ്ഞു തരട്ടെ. മഹാനായ ജീലാനി ഷെയ്ഖ് തങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ സ്വല്ലാ റക്അത്തൈനി ലൈലത്തുൽ ജുമുഅ. അവിടുന്ന് റിപ്പോർട്ട് ചെയ്യാണ്, ആരെങ്കിലും ഒരാൾ ലൈലത്തുൽ ജുമുഅത്തിൽ, അതായത് വെള്ളിയാഴ്ച രാവിലെ 2 റക്അത്ത് നിസ്കരിച്ചു, എന്നിട്ടോ ഖറഅ ഫീഹിം ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഓതി, 2 റക്അത്തിലും ആയത്തുൽ കുർസി ഓതി, ഏത് ഫാത്തിഹയ്ക്ക് ശേഷം, എന്നിട്ടോ 15 തവണ ഓതി സൂറത്തുൽ ഇഖ്ലാസ്. എത്ര? സൂറത്തുൽ ഇഖ്ലാസ് 15 തവണ ഓതി, ബഅദൽ ഫാത്തിഹ, ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തുൽ കുർസിയും 15 തവണ സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്തു. എന്നിട്ട് സുമ്മ ഖറഅ ഫീ നിഹായത്തി സ്വലാത്തി, ദുആ, നിസ്കാരമൊക്കെ അവസാനിച്ചതിന് ശേഷം അയാൾ ദുആ ചെയ്തു. എന്ത്? ഈ അൽ മദ്കൂർ, ഈ പറഞ്ഞ സ്വലാത്ത് ചൊല്ലി, അൽഫ മറത്തിൻ, 1000 തവണ ഈ പറഞ്ഞ സ്വലാത്ത് നിസ്കാരത്തിന് ശേഷം, ഇങ്ങനെ നിസ്കരിച്ചതിന് ശേഷം ചൊല്ലി. എന്നാൽ യറാനി ഫിൽ മനാമി ഖിലാല ഉസ്ബുഇൻ, ആ ആഴ്ചയുടെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. അതായത് മുത്തുനബി തങ്ങളെ അയാൾ കാണുമെന്ന് മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞതായ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് നബി തങ്ങൾ പറയുന്നത്, യറാനി ഫിൽ മനാമി, അയാൾ എന്നെ കാണും, ഉറക്കത്തിൽ, സ്വപ്നത്തിൽ എന്നെ കാണും. ഏത്? ഫി ഖിലാല ഉസ്ബുഇൻ, ആ ഒരു ആഴ്ചയ്ക്ക് ഉള്ളിൽ. ഇൻ റആനി, എന്നെ അയാൾ കണ്ടാൽ, ഫിൽ മനാമി, സ്വപ്നത്തിൽ അയാൾക്ക് എന്നെ കാണാൻ കഴിഞ്ഞാൽ, വജബത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗം അല്ലാഹു വാജിബാക്കിയിരിക്കുന്നു. വഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അയാളുടെ ജീവിതത്തിൽ നിന്നും വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ, വന്നതും വരാനുള്ളതുമായ സകല തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു മാപ്പ് ചെയ്തു തന്നിരിക്കുന്നു. ഈ ഒരു സ്വലാത്തിന്റെ പവർ എന്ന് മനസ്സിലായിക്കോളി. മുത്തുനബി തങ്ങൾ തന്നെ ഡയറക്റ്റ് പറയണം, ആരെങ്കിലും ഈ ഒരു സ്വലാത്ത് ഇങ്ങനെ പതിവാക്കിയാൽ അയാൾക്ക് എന്നെ കാണാൻ പറ്റുമെന്നും, എന്നെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ് എന്നും പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക നബിയിൽ ഉമ്മി. അല്ലാഹുവേ, ഞങ്ങൾക്ക് ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് സ്ഥിരമാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മുത്തുനബി ഞങ്ങളെ കാണാൻ ഞങ്ങൾക്ക് നീ കണ്ണ് നൽകണേ റഹ്മാന്. ഇൻഷാ അല്ലാഹ് പതിവാക്കിക്കൂടെ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസം വലിയ ബർക്കത്തുള്ള ദിവസമാക്കി അള്ളാഹു നൽകുമാറാകട്ടെ. വരുന്ന ദിവസങ്ങളിലൊക്കെ ഇത് നിങ്ങൾ ഇനി ശനിയാഴ്ച കേൾക്കുന്നതെങ്കിൽ ഞായറാഴ്ചയാണ് എന്നാണോ കേൾക്കുന്നത്, നിങ്ങൾക്ക് ഇന്നു മുതൽ പതിവാക്കാം. അത്ര പവർഫുള്ളായ സ്വലാത്താണ്. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള അവസരം നൽകുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.